ചെയ്തത് പൊട്ടന്മാരെന്നുള്ള ഇവിടെ ഉള്ളവർ. ഇവിടുത്തെ സിസ്റ്റത്തെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ വെയിറ്റ് ചെയ്യണം, എനിക്കറിയണം ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊലപാതകമാണ്. എനിക്കെൻ്റെ ആവശ്യം എന്തോ? എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ. ഞാൻ അതിനെങ്ങനെ കാണിച്ച് ഞാൻ അങ്ങോട്ട് പോകാനോ? എനിക്ക് 10,000 അല്ലെങ്കിൽ ഈ ഇത്രയും പൈസ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനാണെങ്കിൽ സിമ്പിളായിട്ട് ഒഴിവാക്കാമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവൾ ഇപ്രാവശ്യം അബോർഷൻ ആക്കിയിട്ട് അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് വരത്തില്ല, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ വേണ്ട നോക്കായിരുന്നു. എനിക്കെന്താ ഇവിടെ ദുബായ് ഇല്ല ഇത്, എനിക്ക് എൻ്റെ ജീവിച്ചുവിടായിരുന്നു. ഇല്ല, എനിക്ക് അവളേ ഉള്ളൂ, എൻ്റെ അമ്മയില്ല, എൻ്റെ സഹോദരൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവൾ വേണം എന്നുള്ള വാശിയിൽ ഞാൻ കാല് വിളിച്ചുകൊണ്ട് വന്നു. അവൾ വേണമെന്ന് വിചാരിച്ചിട്ടാണ്, അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല. ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളച്ചിട്ട്. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ആരോട് എന്ത് പറയണം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസാണ് വരുന്നത്. 11 വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവൾക്ക് പോകാറുന്നല്ലോ, അവൾക്ക് എസ്കേപ്പ് ആകാറുന്നല്ലോ. നിങ്ങളെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്ക്. ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ എപ്പോഴും. ഇന്നലെ അവിടെ ബർത്ത്ഡേ, 30ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എന്തിനാ കുഞ്ഞ് ഒരിക്കലും ചെയ്യത്തില്ല. എന്തോ സംഭവിച്ചെന്ന് എനിക്ക് വേണം, ഞാനും വെയിറ്റിംഗ് ആണ്, വേറെ ഒന്നുമില്ല. അത് പോയി, എൻ്റെ മോള് പോയി, ഞാനും പോകുമെന്ന് പറഞ്ഞു. അതേ ഫാനിൽ ഞാൻ തൂങ്ങിയതാണ്. അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഈ മീഡിയസിൽ ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോകാൻ പാടില്ല. എല്ലാവരും ആ കുഞ്ഞിനെ സംഭവിച്ചപ്പോൾ എല്ലാവരും എനിക്കെതിരെ ഇത് വന്നപ്പം എനിക്ക് അറിയണം, ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഞാൻ എല്ലാത്തിനും എൻ്റെ ജോലി പോകുന്നു എനിക്കറിയില്ല. എനിക്ക് എൻ്റെ പൈസ ഇല്ലാതിരിക്കുകയാണ്. ഇനി എന്താണ് നാളെ ഈ ഫ്ലാറ്റ് ഞാൻ എന്തോ ചെയ്യണം? നാളെ മുതൽ അടുത്ത മാസത്തെ പൈസ കൊടുക്കണം. അതിൻ്റെ പൈസ ഇല്ല, എന്തോ ചെയ്യണം എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ HR മാനേജർക്ക് എന്നെ സാർ ഇങ്ങനെയാണ് സംഭവം, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്താ ഡിസിഷൻ ചെയ്യാൻ പോകുന്നത്? ഇത്രയും ന്യൂസ് ആയിട്ടുണ്ട്, സതീഷിനെ ജോലിയിൽ നിന്ന് മാറ്റുമോ? ഞാൻ നാട്ടിൽ പോകാം, അല്ലെങ്കിൽ നാട്ടിൽ പോകുകയും നാട്ടിൽ പോയിട്ട് പോലീസ് പറയുന്ന എന്തിനും ഞാൻ ഉറപ്പാണ്. എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തരുന്ന എന്ത് ശിക്ഷയും, മരണശിക്ഷയാണെങ്കിൽ പോലും ഞാൻ ഓക്കെയാണ്. എനിക്ക് അനുഭവിക്കണം. ഞാൻ ഒരു പൊട്ടിപ്പെണ്ണാണ് അവൾ അന്നേരം കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മൈൻഡിൽ. അവളെ ഒന്നും ആരെങ്കിലും ഒരു 3ാമതൊരാൾ മോളെ അങ്ങനെയല്ല ജീവിതം, ഇങ്ങനെയാണ് ജീവിതം, അവനെ ആരും ഇല്ലാത്തവനാണ്, അവനെ ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം എന്ന് നമുക്ക് മനസ്സിലായെങ്കിലോ അത് ഇത്രയും ഇതിൽ പോകത്തില്ലായിരുന്നു. ആ കുഞ്ഞും അത് വേറെ മൈൻഡിലെടുത്തു. അവൾ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ, നിനക്ക് സൗന്ദര്യം ഇല്ലേ, നിനക്ക് പിന്നെ ഒരു ജോലിക്ക് പോയിക്കൂടെ, ഒരു കുഞ്ഞെല്ലാം ഉള്ളൂ. അങ്ങനെ ആ കുഞ്ഞിൻ്റെ മൈൻഡിൽ അതൊക്കെ ആയിട്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായിരിക്കുന്നത്. അല്ല, എനിക്ക് 10-40 വയസ്സ്, എനിക്കിത് ജീവിക്കണോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാണിച്ചു കൂട്ടിയത്. ഇപ്പോൾ എനിക്ക് എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം.